ബേസ്ഡ് വൊക്കാബുലറിയാണ്. ഓക്കെ, ദ ഹിന്ദുവിലെ ഒരു പാർട്ടാണ് എടുത്തിരിക്കുന്നത്. പിക്ചർ ബേസ്ഡ് വൊക്കാബുലറിയാണ്. ആർട്ടിക്കിളിൻ്റെ പേരാണ് അണ്ടർ ബൈഡൻ സെക്യൂരിറ്റി എംപതി ആൻഡ് ലിബറൽ ആൻറ്റിപതി. അണ്ടർ ബൈഡൻ സെക്യൂരിറ്റി എംപതി ആൻഡ് ലിബറൽ ആൻറ്റിപതി എന്നുള്ളത്. ഇതിൽ കുറേയൊക്കെ അറിയുന്ന വേർഡുകളായിരിക്കും, പക്ഷേ അതിൻ്റെ യഥാർത്ഥ മീനിങ് അറിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് പോലെയുള്ള എക്സാമുകൾക്ക് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് ഇതിൻ്റെ ഒരു ഇതായിട്ടുള്ള ഒരു എന്താ പറയുക, കറക്റ്റ് മീനിങ് അറിയാതെ കൊടുത്തു കഴിഞ്ഞാൽ മെജോറിറ്റി കേസസിൽ തെറ്റായിരിക്കും വരിക. കറക്റ്റ് മീനിങ് അറിഞ്ഞാലേ നമുക്ക് കറക്റ്റായിട്ട്, പ്രത്യേകിച്ച് IBPS, SBI, RBI പോലുള്ള എക്സാമുകൾക്ക് കറക്റ്റ് മീനിങ് അറിയണം. എന്നാലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ചില കേസുകളിൽ. എന്നാലാണ് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ ഇംഗ്ലീഷുമായത്തെ സബ്ജക്റ്റുകൾക്ക്. അപ്പോൾ അത് സൂക്ഷിക്കുക. ഇതിൻ്റെ കറക്റ്റ് മീനിങ് അറിയണതാണെങ്കിലും കറക്റ്റ് മീനിങ്ങുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഉണ്ടാവും മിസ്റ്റേക്സിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ആൻറ്റിപതി എന്ന് പറഞ്ഞാൽ എന്താ? അവേർഷൻ ആണ്. അവേർഷൻ, എ ഡീപ്പ് സീറ്റഡ് ഫീലിംഗ് ഓഫ് അവേർഷൻ. അവേർഷൻ്റെ ഡീപ്പ് ഫീലിംഗ് ആണ് ഡിസ്ലൈക്ക് എന്ന് പറയാം. ആൻറ്റിപതി എന്ന് പറഞ്ഞാൽ ഡിസ്ലൈക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം നമുക്ക്, ഡിസ്ലൈക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഏതെന്നാണ് ന്യൂസ് പേപ്പർ തന്നെ എക്സാമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ യൂസേജ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അണ്ടർ ബൈഡൻ ദ സെക്യൂരിറ്റി എംപതി ആൻഡ് ലിബറൽ ആൻറ്റിപതി. ലിബറൽ ആൻറ്റിപതി എന്ന് പറഞ്ഞാൽ ഡിസ്ലൈക്ക്, ലിബറൽ ആയിട്ടുള്ള ഡിസ്ലൈക്കാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വേർഡാണ് റിവേർട്ട്. റിവേർട്ട് റിവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? റിട്ടേൺ ടു പ്രീവിയസ് സ്റ്റേറ്റ്. ഉണ്ടോ, നമ്മൾ പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് വരുന്ന അവസ്ഥയാണ് റിട്ടേൺ ടു പ്രീവിയസ് സ്റ്റേറ്റ് എന്നുള്ളതാണ് റിവേർട്ട്. അബ്രസീവ്, അടുത്ത വേർഡാണ് അബ്രസീവ്. റിവേർട്ട് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് വരിക. അബ്രസീവ് എന്ന് പറഞ്ഞാൽ ഉണ്ടോ, ഇത് നമ്മൾ ഒരു സാധനം മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലിൻ്റെ മേലെ ഉണ്ടോ റഫായിട്ട്, ഇത് ആലോചിച്ചാൽ മതി. ഈ റഫായിട്ടുള്ള സർഫസിനാണ് അബ്രസീവ് എന്ന് പറയുന്നത്. അതേപോലെ ഈ അബ്രസീവ് എന്ന് പറഞ്ഞാൽ റഫാണെങ്കിൽ അതേപോലെ തന്നെ ഇതിന് ലിറ്ററലി ആയിട്ട് വേറൊരു മീനിങ്ങും കൂടി ഉണ്ട്. ആൻഡ് അൺകൈൻഡ് ആക്ടിങ് ഇൻ എ വേ ദാറ്റ് മേ ഹർട്ട് അതർ പീപ്പിൾ. ഉണ്ടോ, ട്രംപിനെ ആലോചിച്ചാൽ മതി. ട്രംപ് ആക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സംസാരമായിരിക്കും അബ്രസീവ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, റഫായിട്ടുള്ള അബ്രസീവ് എന്ന് പറഞ്ഞാൽ റഫായിട്ട്, ഇപ്പം മണൽ തേച്ച സാൻഡ് പേപ്പർ ഒക്കെ ഒരു അബ്രസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ കേസസിൽ സ്മൂത്ത്. പിന്നെ അതേപോലെ റഫായിട്ട് ആൾക്കാരെ വെറുപ്പിക്കുന്ന ടൈപ്പ് സംസാരങ്ങൾ നടത്തുന്ന, ഹർട്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള എന്താ പറയുക, അബ്രസീവ് എന്നാ പറയുക, അബ്രസീവ് സ്പീച്ച് എന്ന് പറയും. ടർബുലൻസ് എന്നറിയാലോ, ടർബുലൻസ്. ടർബുലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ടർബുലൻസ് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ ഇൻ വിച്ച് ദർ ഈസ് ലോട്ട് ഓഫ് സഡൻ ചേഞ്ചസ്, ട്രബിൾ ആർഗ്യുമെൻസസ് വഴി പെട്ടെന്നുണ്ടാവുന്ന ഒരു സംഭവത്തിനാണ് ടർബുലൻസ് എന്ന് പറയുന്നത്. ട്രബിൾ ആർഗ്യുമെൻസസ് സഡൻ ആയി ഉണ്ടാവുന്ന കാര്യത്തിന് ടർബുലൻ്റ് എന്ന് വിചാരിച്ചാൽ മതി. മെജോറിറ്റി കേസിൽ നമ്മൾ സഡൻ ആയിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങൾക്ക്, അപ്പോൾ ഒരു പ്ലെയിന് ക്രാഷ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് ടർബുലൻ്റ് ആണ്. ഈ ഹൈ സ്പീഡിൽ ഓടി ഇങ്ങനെ വരുന്ന വെള്ളത്തിൻ്റെ കേസിലും അത് ടർബുലൻ്റ് ആയിട്ടുള്ളൊരവസ്ഥയാണ്. ഓക്കെ, ഈസ് ലോട്ട് ഓഫ് സഡൻ ചേഞ്ചസ് ആൻഡ് ട്രബിൾ ആർഗ്യുമെൻറ്റ് ഓഫ് സംതിങ് ആൻഡ് വയലൻസ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഗിവ് വേ എന്ന് പറഞ്ഞാൽ ടു ബി അണേബിൾ ടു ക്യാരി എ ലോഡ് ഓർ വിത്ത്സ്റ്റാൻഡ് എ ഫോഴ്സ് എന്നുള്ളതാണ്. കൊളാപ്സ് ഓർ ബ്രേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്, അതുകൊണ്ട് ഇത് കൂടെ പോകാൻ പറ്റില്ല. അണേബിൾ ടു ക്യാരി എ ലോഡ് ആണ്. സപ്പോർട്ടിങ് സ്ട്രക്ചറിൽ അത് കൂടെ പോകാൻ പറ്റില്ല, ഇതിന് അത്ര ലോഡ് പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷനും കൂടി വരികയാണ്. പിന്നെ റീപ്ലേസ് എന്നുള്ളൊരു വേർഡും കൂടി വരുന്നുണ്ട്. ഓക്കെ, റീപ്ലേസ് എന്നുള്ള വേർഡും വരുന്നുണ്ട്. അപ്പോൾ റിവേർട്ട് പറഞ്ഞാൽ പ്രീവിയസ് പൊസിഷൻ, അബ്രസീവ് എന്ന് പറഞ്ഞാൽ റഫായിട്ട്, പറഞ്ഞാൽ സഡൻ ആയിട്ടുള്ള ആർഗ്യുമെൻസസ് ഒക്കെയാണ്. ഗിവ് അവേ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറിൽ എന്താണ് താങ്ങാൻ കഴിയാത്ത അവസ്ഥ വരിക, അതുകൊണ്ട് അത് കൂടെ പോകാൻ പറ്റില്ല, ക്യാരി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ റീപ്ലേസ്. ഓക്കെ,
പിന്നെ സോബർ ഉണ്ടോ? സോബർ എന്ന് പറഞ്ഞാൽ വെള്ളമടിക്കാത്ത അവസ്ഥ. നോട്ട് എഫക്റ്റഡ് ബൈ ആൽക്കഹോള് എത്താത്ത അവസ്ഥേനെയാണ് സോബർ എന്ന് പറയുന്നത്. അഥവാ സെൻസിബിളും ക്ലിയറും ആയിരിക്കും. വെള്ളം അടിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ അറിയാലോ, ഒരു അടി കഴിഞ്ഞ് ഒരു ക്ലിയർ ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. പക്ഷേ സോബർ എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക് അല്ലാത്ത അവസ്ഥേനെയാണ് സോബർ എന്ന് പറയുക. കണ്ടോ, ഇത് ആൽക്കഹോളാണ്. ഇമേജ് കണ്ടല്ലോ അറിയാം. ഓക്കെ, ഇതാണ് ഈ ഇമേജ്, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നമുക്ക് എക്സാമ്പിളിലേക്ക് വരാം. മിസ്റ്റർ ബൈഡൻ ഹാസ് സിഗ്നൽഡ് to the traditional norms pattern of American foreign policy. ട്രഡീഷണൽ ഇതിലേക്ക് ട്രംപ് പോവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞത്. വിൽ റിവേഴ്സ് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, പഴയ കാര്യങ്ങളിലേക്ക് തന്നെ പോകും ഫോറിൻ പോളിസി. ആൻഡ് മോർ സോ ഇറ്റ്സ് ഡിപ്ലോമ the abrasive turbulence of Donald Trump. ഞാൻ പറഞ്ഞില്ലേ അബ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾ ടർബുലൻസ് ഓഫ് ഡൊണാൾഡ് ട്രംപ് ഇറ വിൽ ഗിവ് അവേ എന്ന് പറഞ്ഞാൽ calmer and predictable American policy and posture as Biden will seek to re-establish large measure America involvement in the critical issue of our time. Donald Trump will manage the China aggressive rise but in a sober diplomatic. He will manage. ആരാണ് മാനേജ് ചെയ്യുക? ലൈക്ക് എന്താണ്, സോബർ എന്നാൽ നോർമലായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് മാനേജ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓരോവിധ ഐഡിയ കിട്ടിയില്ലേ ഈ വേർഡിൻ്റെ യൂസേജിൻ്റെ കേസ്? ഓക്കെ, ഇതിൻ്റെ ഫുള്ള് അല്ല, ഇത് കുറച്ചൊരു ഐഡിയ ഉള്ള ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും, അല്ലാത്തവർ വായിച്ച് റെഡി. ഓക്കെ, വിൽ മാനേജ് ചൈന അഗ്രസീവ് റൈസ് ബട്ട് ഇൻ എ സോബർ ഡിപ്ലോമാറ്റിക് സ്റ്റൈൽ മാനേജ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇൻ ദ വെയ്ക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ ദ വെയ്ക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഈഡിയമാണ്. ഈഡിയം എന്ന് പറഞ്ഞാൽ പഴഞ്ചൊല്ലാണ്. കോൺസിക്വൻസസ് ആണ്. ഫോളോയിങ് സംതിങ് എസ്പെഷ്യലി കോൺസിക്വൻസസ് ഫോളോ ചെയ്യുന്ന അവസ്ഥയാണ്. കേട്ടോ, അത് തട്ടിയോണ്ട് ഇതിൻ്റെ കോൺസിക്വൻസ് ഇങ്ങനെ വരും അങ്ങോട്ട്. അതാണ് ഇതിനായിട്ട് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആണ്. അത് നമുക്ക് എക്സാമ്പിൾ നോക്കാം. Especially will the Narendra Modi 2.0 government continue to erode as it did last year. This concern expressed in American liberal circle about some of its decisions, or will it in the wake of Biden's victory prospectively engage this opinion? എന്നാൽ കോൺസിക്വൻസ് ആയിട്ടുള്ള ഇതാണ് എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത വേർഡാണ് കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ട്രയാങ്കിൾ സിമിലറായ അവസ്ഥയാണ്, രണ്ടും കാണാനുള്ളതാണ്. എന്താ സിമിലർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യേൻ്റെ മാപ്പ് നമ്മൾ വരയ്ക്കുമ്പോഴും അതിൻ്റെ സൈസ് കുറച്ച് വലുതാക്കി വരയ്ക്കുമ്പോഴും അത് സിമിലറാണ്. അതാണ്. ഓക്കെ, the agreement with something, the state of being similar to something and not in conflict with, കോൺഫ്ലിക്റ്റ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ സിമിലാരിറ്റിയാണ് കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സിമിലാരിറ്റി നോട്ട് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ഇറ്റ് എന്നുള്ളതാണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. There is no doubt that there is bipartisan support for Indo-American partnership. It is based on congruence of interest, especially security and economic sphere. എന്താണ് സിമിലർ ഇൻട്രസ്റ്റ് എന്നുള്ള മീനിങ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സിമിലർ ഇൻട്രസ്റ്റ്, കോൺഗ്രുവൻസ്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രിസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
അടുത്ത വേർഡാണ് പെർസെപ്ഷൻ. എബിലിറ്റി ടു സീ, ഇയർ ഓർ ബിക്കമിങ് അവെയർ ഓഫ് സംതിങ് ത്രൂ ദ സെൻസ്. സെൻസിലൂടെ നമുക്ക് എന്താണ് കാണാനും മനസ്സിലാക്കാനും കഴിയുന്ന അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ കണ്ടോ, ഈ ഇവിടെ നിന്ന് 9 എന്നുള്ള സാധനം ഇവിടെ നിന്ന് നോക്കുന്ന ആൾക്ക് 6 ആയി തോന്നുന്നുണ്ട്, അതേപോലെ ഇവിടെ നിന്ന് നോക്കുന്ന ആൾക്ക് 9 തോന്നുന്നുണ്ട്. ഇത് അനലൈസ് ചെയ്യാൻ കഴിയുന്നതാണ്, ഇത് സെൻസ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും കഴിവുള്ളതുകൊണ്ടാണ് പെർസെപ്ഷൻ എന്നുള്ള വേർഡ് വന്നത്, പെർസെപ്ഷൻ. ഓക്കെ, ഈ വേർഡ് മൂറിങ് എന്ന് പറഞ്ഞാൽ മൂറിങ്, ആ വേർഡ് ഞാൻ കൊടുക്കാൻ പറഞ്ഞത്. ഈ മൂറിങ് എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. കണ്ടോ, കടലിലേക്ക് ഇങ്ങനെ ഒരു നങ്കൂരിടും, എന്നിട്ട് നിർത്താൻ വേണ്ടിയുള്ള ഒരു സാധനമാണ്. എ റോപ്പ് ചെയിൻ ബൈ വിച്ച് എ ഷിപ്പ് ഓർ ബോട്ട് ഈസ് മൂവ്ഡ്, നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് മൂറിങ് എന്ന് പറയുന്നത്. ഓക്കെ, in a Nikon example of it is ironic that at a time when India and America interests are become increasingly congruent in security sphere, there is growing perception analysis among Indian liberal that India is moving away from the fundamental moorings, fundamental ആയിട്ടുള്ള mooringsൽ നിന്നിട്ട് മാറുകയാണ് പെർസെപ്ഷൻ അനലൈസ് ചെയ്യാനുള്ള. ഓക്കെ, ഇനി ലിഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്നത് എന്താണ്, ബീഫ് കഴിച്ചതിന് ആളെ തല്ലിക്കൊല്ലുന്ന അവസ്ഥ, അതൊക്കെ ലിഞ്ചിങ് ആയിട്ട് ബന്ധപ്പെട്ട ജസ്റ്റിസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, മോബ് എന്ന് പറഞ്ഞാൽ എന്താ? ആൾക്കൂട്ട കൊലപാതകങ്ങളെയാണ് നമ്മൾ പറയുന്നത് മോബ് എന്ന് പറയുന്നത്. ദ ഇല്ലിങ് ഓഫ് സംബഡി യൂഷ്വലി ബൈ ഹാങ്ങിങ് ബൈ ക്രൗഡ് ഓഫ് പീപ്പിൾ വിത്തൗട്ട് എ ട്രയൽ ഇല്ല. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ, ഇതാണ് ഇമേജ്, ലിഞ്ചിങ്ങിൻ്റെ ഇമേജ് ഇതാണ്. കൗ പ്രൊട്ടക്ഷൻ. ഓക്കെ, അതാണ് കൗ പ്രൊട്ടക്ഷൻ്റെ കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാനുള്ള എക്സാമ്പിളാണ്. The context of this remark was obviously same incidents of lynching that had occurred in the name of cow protection. നമ്മൾ പറഞ്ഞില്ലേ, അത് തന്നെയാണ് സംഭവം. നെയിം ഓഫ് കൗ പ്രൊട്ടക്ഷൻ എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ലിഞ്ചിങ്ങിൻ്റെ മീനിങ് മനസ്സിലായല്ലോ. ട്രഞ്ചൻറ്റ് എന്താ? ട്രഞ്ചൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Of criticism or remark etc. expressed strongly and effectively in a way. ക്രിറ്റിസിസം ആയിട്ടോ അല്ലെങ്കിൽ മെമ്മറികളോ സ്ട്രോങ് ആയ ഭാഷയിൽ കൊടുക്കുന്നതിനെയാണ് ട്രഞ്ചൻറ്റ് എന്ന് പറയുന്നത്. കേട്ടോ, മോഡി ഇപ്പോൾ ഇതിൻ്റെ ക്രിറ്റിസിസത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്നതിൻ്റെ തലേ ദിവസം മോഡി കാലിക്കറ്റിൽ ഒരു പ്രസംഗം നടത്തിയില്ലേ പാകിസ്ഥാനെതിരെ, അത് ആലോചിച്ചാൽ മതി. അതേപോലെ മോഡി എന്താണ് നെഹ്റുവിനെതിരെ സ്പീച്ച് നടത്തിയിട്ടുണ്ട്. പല കാര്യങ്ങളും ഇതേമാതിരി സ്ട്രോങ് ക്രിറ്റിസിസമായിട്ടും സ്ട്രോങ് ആയ ഭാഷയിലും പറഞ്ഞിട്ടുണ്ട്, അത് ആലോചിച്ചാൽ മതി. ഓക്കെ, എക്സ്പ്രസ് സ്ട്രോങ്ലി ആൻഡ് എഫക്റ്റീവ്ലി ഇൻ എ ക്ലിയർ വേ എന്നുള്ളത് ട്രഞ്ചൻറ്റ് എന്ന് പറഞ്ഞാൽ. ക്രിട്ടിസൈസ് ചെയ്യാണ് സ്ട്രോങ് ആയ വേയിലും അതേപോലെ എന്താണ് എഫക്റ്റീവായിട്ട് ക്ലിയർ വേയിൽ എക്സ്പ്രസ് ചെയ്യാണ് ട്രഞ്ചൻറ്റ്. ഓക്കെ, റിമാർക്കും. ഇപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾ നോക്കാം. സെക്യൂർ ഇൻ ദ സപ്പോർട്ട് ഓഫ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ, എക്സ്റ്റേണൽ അഫെയർ മിനിസ്റ്റർ എസ് ജയശങ്കർ ഡിസൈഡഡ് to ignore more stringent critics of government decision on Jammu Kashmir decision. Government's decision on Jammu Kashmir. ജമ്മു കാശ്മീരിൻ്റെ ഇടയിൽ വന്നതൊക്കെ ഒഴിവാക്കി കളഞ്ഞ അവസ്ഥയാണ്. എന്താണ് ഇത് മനസ്സിലായല്ലോ. ഓക്കെ, ജമ്മു കാശ്മീർ സ്പ്ലിറ്റ് ചെയ്തതിന് ഒരുപാട് ക്രിറ്റിസിസങ്ങൾ വന്നിട്ടുണ്ട്. ഡിസൈഡ് ടു അത് ജയശങ്കർ അവോയ്ഡ് ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രഞ്ചൻറ്റിൻ്റെ മീനിങ് ഏകദേശം നമുക്ക് ഒരു ഇമേജ് ക്ലിയർ ആയി കിട്ടിയല്ലോ തലയിൽ. നമുക്കിതിൻ്റെ കറക്റ്റ് മീനിങ് അല്ല വേണ്ടത്, ഇതിൽ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ മീനിങ് എന്നുള്ളതാണ്
പബ്ലിക് എക്സാം ആയിട്ടുള്ള സെൻട്രൽ എക്സാംസസിന്, ഇപ്പോൾ കേരള PSCക്കൊക്കെ ഇംഗ്ലീഷ് കുറേ ഒഴിവാക്കിയിട്ടുണ്ട്, സെൻട്രൽ എക്സാംസസിന് ആവശ്യം വരുന്നത്. ഓക്കെ. ഡെലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കെയർഫുൾ വർക്ക് ഓർ ഗ്രേറ്റ് എഫേർട്ട് എന്നുള്ളതാണ്. ഉണ്ടാ മല കയറാൻ വേണ്ടി ഗ്രേറ്റ് എഫേർട്ട് എടുക്കുക. ഇത് ആലോചിച്ചാൽ മതി. ഹെർക്കുലിസിനൊക്കെ ആലോചിച്ചാൽ മതി. കെയർഫുൾ ഓർ ഗ്രേറ്റ് എഫേർട്ട്. ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറയുന്നത് എന്താ? അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡെലിജൻസ് എന്നുള്ള മീനിങ് ആണ് ഗ്രേറ്റ് എഫേർട്ട്. ഓക്കെ. കെയർഫുൾ വർക്ക് ഓർ ഗ്രേറ്റ് എഫേർട്ട് എന്ന് പറയുന്നത് അതാണ് ഡെലിജൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എക്സാമ്പിളിലേക്ക് കിടക്കാം. എക്സാമ്പിൾ: ദ റിഫ്യൂസൽ to not engage American critics of government decision on Jammu Kashmir and Citizenship Act because they closed minds was also reflected in Mr. Jaishankar comment to a well-known Indian commenter on foreign policy on the lack of diligence in of real top line publication. lack of diligence എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. lack of diligence എന്നാൽ എന്താ? അധ്വാനിക്കാതെയും കെയർഫുൾ അല്ലാത്ത രീതിയിലുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. റിയൽ ടോപ്പ് ലൈൻ പബ്ലിക്കേഷൻ ദീസ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ. ഡെലിജൻസിൻ്റെ മീനിങ് അപ്പോൾ മനസ്സിലായില്ലേ? ഇന്ന് ഈ ഒരു സെൻറ്റൻസിൽ നിന്നിട്ട് ഡെലിജൻസിൻ്റെ മീനിങ് ഇന്നറായിട്ട് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. ഓക്കെ. ഇനി അടുത്ത ഡിസ്പെൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്പെഷ്യൽ പെർമിഷൻ ടു ഡു സംതിങ് ദാറ്റ് ഈസ് നോട്ട് യൂഷ്വലി അലൗഡ് അറ്റ് ഓൾ. ലീഗൽ എന്നുള്ള ആലോചന. എന്താണ് ഡിസ്പെൻസേഷൻ എന്ന് പറഞ്ഞാൽ? സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക പെർമിഷൻ കൊടുക്കുന്ന അവസ്ഥയാണ്. ലീഗലി ഒന്നും നമുക്ക് യൂഷ്വലായിട്ട് കിട്ടാത്ത സംഭവം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂണിഫോം സിവിൽ കോഡ് പറഞ്ഞാൽ നമുക്ക് ക്രിമിനൽ ലോയും അതേപോലെ രണ്ട് ലോസസ് ഉണ്ട്. എന്താണ്? ക്രിമിനൽ ലോ അതിൽ UCC എന്ന് പറയുന്ന നിയമമുണ്ട്. അത് പ്രകാരം തലാക്ക് എന്ന് പറയുന്ന സാധനം ക്രിമിനലാണ്. പക്ഷെ അത് കൊടുക്കുന്നത് ഇന്ത്യയിൽ കൊടുക്കുന്നത് യൂണിഫോമിറ്റി ഇല്ലാത്ത കണ്ടീഷനാണ്. അത് ക്രിമിനൽ നല്ല വ്യത്യാസമുണ്ട്. അത് ലീഗലായിട്ട് വെറുതെ കൊടുക്കുന്ന ഒരു പൊസിഷൻ മാതിരിയാണ്. ഇക്വാലിറ്റിക്ക് എതിരായിട്ടുള്ള ഒരു സാധനമായിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്പെൻസേഷൻ എന്നൊക്കെയുള്ള വേർഡിന് ഈ ഇമേജ് കൊടുത്തിരിക്കുന്നത്. പേഴ്സണൽ ലോയും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. UCC. ഓക്കെ. അതേപോലെ മതപരമായ കാര്യങ്ങൾക്ക് ഡിസ്പെൻസേഷനാണ്. ചില കാര്യങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഈക്വാലിറ്റി ഒരു ഫാക്ടറാണ് ഗവൺമെൻറ്റിൻ്റെ കേസസ് നോക്കുകയാണെങ്കിൽ. പക്ഷേ കയറാൻ പറ്റില്ല എന്ന് പറയുന്നത് ഡിസ്പെൻസേഷനാണ്. സ്പെഷ്യൽ പെർമിഷൻ എന്ന് പറയുന്നത് പല കേസസിലും അങ്ങനെയാണ്. ഓക്കെ. ദ ആക്ടിങ് സംതിങ് സ്പെഷ്യൽ ബൈ സംബഡി ഇൻ ആൻ അതോറിറ്റി എന്നുള്ളതാണ്. അതും പറയാം ഇതിൽ UCC ചില റിലീജിയൻ സ്റ്റാറ്റസ് കൊടുക്കുന്നുണ്ട്. യൂണിഫോം സിവിൽ കോഡ് ഏത് ആർട്ടിക്കിൾ 44 കേട്ടോ. യൂണിഫോം സിവിൽ കോഡ് അത് GSO ബന്ധപ്പെട്ടാണ്. ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തതെന്നുള്ളൂ. അപ്പോൾ നമുക്ക് എക്സാമ്പിളിലേക്ക് കിടക്കാം. ഇറ്റ് മേ നോട്ട് ബി ഈസി അണ്ടർ ദ ബൈഡൻ ഡിസ്പെൻസേഷൻ ടു ഇഗ്നോർ അമേരിക്കൻ ലിബറൽ ഒപ്പീനിയൻ ആസ് ഇറ്റ് യൂസ് ഡ്യൂറിങ് ദ ട്രംപ് ഇയർ. ഓക്കെ. ട്രംപ് ഇയറിൻ്റെ കേസസിലാണ്. ഓക്കെ. ആണ് ട്രംപിൻ്റെ ഇയറിലുള്ള ഡിസ്പെൻസേഷൻ എന്നുള്ളതാണ്. ഓക്കെ. ഇറ്റ് ഈസ് നോട്ട് ബി ആസ് ഈസി അണ്ടർ ദ ട്രംപ് ബൈഡൻ ഡിസ്പെൻസേഷൻ ടു ഇഗ്നോർ അമേരിക്കൻ ലിബറൽ ഒപ്പീനിയൻ ആസ് ഇറ്റ് വാസ് ഡ്യൂറിങ് ദ ട്രംപ് ഇയർ എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കുറേയൊക്കെ ഉള്ളിലേക്ക് മനസ്സിലായിട്ടുണ്ടാവും, കയറിയിട്ടുണ്ടാവും. ഓക്കെ. പെർസ്യൂ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഫോളോ ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. പെർസ്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ടു ഡു സംതിങ് ഓർ ട്രൈ ടു അച്ചീവ് സംതിങ് ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്നുള്ളതാണ് പെർസ്യൂ എന്ന് പറഞ്ഞ അർത്ഥം. ഓക്കെ. പെർസ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ടു ഡു സംതിങ് ഓർ ട്രൈ ടു അച്ചീവ് സംതിങ് ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്നുള്ളതാണ്.
they will bring a degree of pressure to bear on administration to more vigorously pursue the issue of rights, include minority right with the Modi government. അതന്നെയാണ് അർത്ഥം, മനസ്സിലായില്ലേ? അതിനാണ് അർത്ഥം. ഓക്കെ, administration to more vigorously pursue the issues എന്ന് പറഞ്ഞാൽ ഫോളോ ദ ഇഷ്യൂസ്, അല്ലെങ്കിൽ വേറൊരു മീനിങ് ഉണ്ട് പസ്യൂവിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറ് പൊതുവെ. എൻ്റെ അർത്ഥം പറയാം, ടു ഡൂ സംതിങ് ടു ട്രൈ അച്ചീവ് സംതിങ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. നമ്മളിങ്ങനെ അഗെയിൻ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുക ഒരു സാധനം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ SSC ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുക കിട്ടാൻ വേണ്ടിയിട്ട്, SSC അതേപോലെ IBPS ഒക്കെ അങ്ങനെ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുക, ട്രൈ ടു അച്ചീവ് സംതിങ് എന്നുള്ളതാണ്. ദ ഇഷ്യൂ ഓഫ് റൈറ്റ് ഇൻക്ലൂഡ് മൈനോറിറ്റി റൈറ്റ് വിത്ത് ദ മോഡി ഗവൺമെൻറ് എന്നാണ്. ബെയർ ഓൺ. അബണ്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അബണ്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മന്ത്രിയാണെങ്കിൽ മന്ത്രി രാജിവെക്കുക എന്നുള്ളൊരു പ്രയോഗമാണ് ശരിക്കും അബണ്ടൻ എന്ന് പറഞ്ഞാൽ. ഗിവ് അപ്പ് കംപ്ലീറ്റ്ലി. ഒരു രാജാവാണെങ്കിൽ രാജാവ് രാജിവെക്കുക, അബണ്ടൻ. അതേമാതിരി ഒരു പ്ലാന് നമ്മൾ നിർത്തിപ്പോവുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അബണ്ടൻ എന്ന് പറഞ്ഞാൽ അതാണ് പരിപാടി. ഗിവ് അപ്പ് കംപ്ലീറ്റ്ലി എന്നുള്ള പ്രാക്ടീസ് ഓർ കോഴ്സ് ഓഫ് ആക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത് മന്ത്രി രാജിവെക്കുന്നതിനെ പറ്റി നമുക്ക് കളിക്കില്ല. ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട അവസ്ഥ എന്നുള്ള ആലോചിച്ചാൽ മതി. ഇത് ഇറക്കി വിടുക അല്ലെങ്കിൽ ഇറങ്ങി പോവുക എന്നുള്ള അവസ്ഥ, അതാണ് നമ്മളിവിടെ ഇമേജിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് പ്രെജുഡിസ്. ഇത് നമുക്ക് ഈ വേർഡ് കിങ് ആൻഡ് കമ്മീഷണറിൽ ഒരു സീനുണ്ട്. കിങ് ആൻഡ് കമ്മീഷണർ അല്ല, കിങ്ങിലുള്ള ഡയലോഗ് ഉണ്ട്. പ്രെജുഡിസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരാളെ എതിർക്കുക. എന്താണ് സെക്സിൻ്റെയും റിലീജിയൻ്റെയും ബേസിസിൽ ഒരു സ്ട്രോങ് ഡിസ്ലൈക്കാണ്, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, ഹാവ് ആൻ അൺറീസണബിൾ ഓർ പ്രിഫറൻസസ് ഫോർ സംബഡി, റേസ് ആൻഡ് റിലീജിയൻ ആൻഡ് സെക്സ്. നമ്മൾ കിങ് ആൻഡ് കമ്മീഷണർ കണ്ടാലും അറിയാം. കിങ്ങിൽ എന്താണ് മമ്മൂട്ടിയും അതേപോലെ മറ്റേ ഇവരും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്. എന്താണ് ഗ്ലോറിഫൈഡ് സ്റ്റെനോഗ്രാഫർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇംഗ്ലീഷ് വിടുന്നത്, അതിലുണ്ട് പ്രെജുഡിസ് എന്ന് പറയുന്നത്. ആ പ്രെജുഡിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്സിൻ്റെ പേരിലുള്ള ഒരു ഡിസ്ലൈക്കാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അല്ലാതെ വേറൊന്നുമല്ല, അതാണിത്. ഓക്കെ, ഇനി ഡോക്ട്രിൻ. ഓക്കെ, പ്രെജുഡിസിനെ പറ്റിയൊരു ഇഡിയം ഉണ്ട്, ജോണ്ടിസ് ഐഡ് പറഞ്ഞാൽ എന്താണ്? മഞ്ഞപ്പിത്തം വന്ന് കാണുന്ന മഞ്ഞപ്പിത്തം എന്നാണ് ജോണ്ടിസിൻ്റെ ഇംഗ്ലീഷ്. ജോണ്ടിസ് ഐഡ് എന്ന് പറയുന്നത് ഒരു ഇഡിയമാണ്. അത് പ്രെജുഡിസ് ഇഡിയമാണ്. ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, a belief or set of belief held and taught by a church or political party. ഒരു പൊളിറ്റിക്കൽ പാർട്ടീൻ്റെ ബിലീഫ്സസ് ആണ്. അപ്പോൾ BJPൻ്റെ ഒരു സെറ്റ് ഓഫ് ബിലീഫ്സസ്, അതുപോലെ CPMൻ്റെ ഒരു സെറ്റ് ഓഫ് ബിലീഫ്സ് ഉണ്ടാവും, കോൺഗ്രസിൻ്റെ ഒരു സെറ്റ് ഓഫ് ബിലീഫ്സ് ഉണ്ടാവും. ആ ബിലീഫ്സസിനാണ് നമ്മൾ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. മോഡി ഡോക്ട്രിൻ, ട്രംപ് ഡോക്ട്രിൻ, പേഴ്സണാലിറ്റീസസിനും ഇതേമാതിരത്തെ ഡോക്ട്രിൻസസ് ഉണ്ടാവാറുണ്ട്, ഒരു ബിലീഫ്സസ്. അതാണ് ഡോക്ട്രിൻ. അപ്പോൾ ഈ 3 വേർഡ്സസും വരുന്ന എക്സാമ്പിൾസ് നോക്കണ്ടേ? അബണ്ടനും പ്രെജുഡിസും ഡോക്ട്രിനും. ഓക്കെ, though should an Indian government abandon the path of engaging foreign ആണ് നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാം, ഫോറിൻ ക്രിറ്റിക്സ് നിന്നിട്ട്. ഈവൻ ഇഫ് ദ പ്രെജുഡിസ് എന്ന് പറഞ്ഞാൽ എന്താ? സെക്സ്. The disagreement policy being pursued with the Pakistan is valid because the country which use terrorism as a part of its security doctrine should be unacceptable. Beliefs unacceptable ആണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വലിയ എക്സാമ്പിൾ ആകുമ്പോൾ നമുക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്കിലേക്ക് എത്തുമ്പോൾ ഈ സാധനം സിമ്പിൾ ആയിരിക്കും അതേ വരിക. ഓക്കെ, എന്നാണ് അടുത്ത വേർഡ്. ബയാസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടെൻഡിങ് ടു ഷോ ഫേവർ ടുവേർഡ്സ് ഓർ അഗെയിൻസ്റ്റ് വൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒപ്പീനിയൻ ഫോർ എ പേഴ്സൺ റീസൺ.
പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏഷ്യാനെറ്റിലെ ചർച്ച നോക്കിയാൽ അറിയാം, CPM-കാരന് ഒരാളുണ്ടാവും, അതേപോലെ BJP-ക്ക് ഒരാളുണ്ടാവും, കോൺഗ്രസിൻ്റെ ആളുണ്ടാവും. ഇവർ പരസ്പരം ഓരോ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് ഓരോ ന്യായീകരിക്കാൻ നിൽക്കുന്ന ഒരു വർത്താനമായിരിക്കും. അതിനാണ് ശരിക്കും ബയാസ്ഡ് എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ, അതാണ് ഇതിനെ കറക്റ്റായിട്ടുള്ള ഒരു മീനിങ് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ഐഡിയ. ഓക്കെ, tending to show favor towards against one group of people or one opinion or for a people reason, making unfair judgment എന്നുള്ളതാണ്. ഓക്കെ, എക്സാമ്പിൾ ആണ്, should not correct perspective be provided to even biased critic. ബയാസ്ഡ് ക്രിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഏഷ്യാനെറ്റ് ആലോചിച്ചാൽ മതി. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഓൺലി ഫോർ ദി ഇന്ത്യൻ പീപ്പിൾ ആൻഡ് ഗവൺമെൻറ് ടു ടേക്ക് foreign decision, and while doing so rejected any all intrusiveness എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത വേർഡാണ് ഇന്റർലൊക്യൂട്ടർ. ഇന്റർലൊക്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണിൽ വിളിക്കുകയാണെങ്കിൽ ആ ഫോണിൽ വിളിക്കുന്ന രണ്ടാൾക്കാരാണ് ഇന്റർലൊക്യൂട്ടർ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സംസാരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ, കേൾക്കുന്നതും അതേപോലെ കോൺവെർസേഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാരെയാണ് ഇന്റർലൊക്യൂട്ടർ എന്ന് പറയുന്നത്. എ പേഴ്സൺ ടേക്കിംഗ് പാർട്ട് ഇൻ കോൺവെർസേഷൻ വിത്ത് യു. അതെ, നമ്മളപ്പോൾ കോൺവെർസേഷൻ ചെയ്യുന്ന ആൾക്കാരാണ് ഇന്റർലൊക്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോബ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബ് എന്ന് പറഞ്ഞാൽ കെയർഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. ഒക്കെ ചോദ്യം ചെയ്യൂലേ, ചോദ്യം ചെയ്യുന്ന പ്രവർത്തിക്കാണ് പ്രോബ് എന്ന് പറയുന്നത്. ഉണ്ടാ, ഇപ്പം മിലിറ്ററി ഒഫീഷ്യൽസ് ഈ ടെററിസ്റ്റിനെ ചോദ്യം ചെയ്യാണ്, അതാണ് ഇൻവെസ്റ്റിഗേഷൻ്റെ പാർട്ടായിട്ട് ആണ് പ്രോബ്. അപ്പം നമുക്കിതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇറ്റ് ഈസ് said that Mr. Jaishankar's interlocutor did not probe on his idea regarding what would like India's reputation to be എന്നുള്ളത്. ഓക്കെ, റൈഡ് കിട്ടിയല്ലോ, പ്രോബും ഇന്റർലോക്യൂട്ടേഴ്സും. ഓക്കെ, താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. എല്ലാ ദിവസവും ഇതേമാതിരി വീഡിയോ ഇടാം. ഓക്കെ.